വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി വീണ്ടും ഒരു വചന പഠനത്തിനായി സഭയുടെ ശുശ്രൂഷകൾ നമുക്ക് കരം നീട്ടുമ്പോൾ തക്കത്തുരുവാൻ ദൈവം കൃപ പകരട്ടെ. പുനരുത്ഥാനം ചെയ്ത യേശുനാഥൻ എമൗസ് എക്സ്പീരിയൻസിൽ, എമൗസ് അനുഭവത്തിൽ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ വചനം അടച്ചു വയ്ക്കലല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ വചനം തുറന്നു വെച്ചുള്ള പഠനങ്ങൾക്കാണ് കാതോർക്കേണ്ടുന്നത്. നവമാധ്യമങ്ങളിലൂടെ നിക്കോല സഭ ഈ നാളുകളിൽ വചന പഠനത്തിനായി തുറക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കിതിൽ പങ്കാളിത്തം വഹിക്കാം. പ്രാർത്ഥന. വചന സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് കൃപയൊരുക്കി പ്രകാശമേകി വഴി നടത്തുന്ന നല്ല ദൈവമേ, പ്രതിസന്ധികളുള്ള ഈ കാലഘട്ടങ്ങളിൽ വചനം തുറന്നു വച്ച് ആശ്വാസം കണ്ടെത്തുവാൻ, വചനം പഠിച്ച് വചനം ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ സഭയുടെ സൺഡേ സ്കൂൾ ശുശ്രൂഷകളിൽ അവിടുന്ന് കൃപയൊരുക്കുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകളിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയോടുകൂടെ പങ്കുചേരുകയും പഠിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ പ്രാർത്ഥനകളാലും നിർദ്ദേശങ്ങളാലും ഞങ്ങളെ വഴി നടത്തുന്ന പ്രിയ അച്ഛനെയും അവിടുന്ന് ശക്തീകരിച്ചാലും ആലോചനകളാൽ ബലപ്പെടുത്തണമേ. വചന പഠനം അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടുന്ന് കൃപയൊരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഈ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാജുവേഷൻ്റെ ക്ലാസ്സാണ് നടക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. പരിശുദ്ധനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ എൻ്റെ സ്വർഗത്തിലെ അപ്പാ, ഞങ്ങൾക്ക് ഈ മഹാമാരിയുടെ ഈ സമയത്ത് ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് കൂടുവാനും ഒക്കെ ദൈവമേ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു ഇതിൽ ഞങ്ങൾ കൂടുകയാണ്. ഞങ്ങളിപ്പോൾ പലരുടെ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ വചനം എത്തിക്കുകയാണ്. ദൈവമേ അപ്പാ, അത് എത്രത്തോളം വ്യാപ്തിയിലെത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് കർത്താവെ അവിടുന്ന് ഈ മഹാമാരിയെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പ എല്ലാവരെയും സംരക്ഷിച്ചോളണം. ദൈവമേ അപ്പ, അവിടുത്തെ ഈ വചനം പറയുമ്പോൾ ദൈവമേ അപ്പ, അത് അനേകർക്ക് ഒരു സമാധാനം ഉണ്ടാവുവാൻ, അനേകർക്ക് അതിൽ കൂടി ഒരു വിചിന്തനം ഉണ്ടാവുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുന്ന അടിയനെയും ദൈവമേ കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 15ാമത്തെ പാഠം പഠിച്ചു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 16ാമത്തെ പാഠമാണ്. അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ്റെ ക്ലാസ്സാണ്. 16ാമത്തെ പാഠമാണ്. ക്രൈസ്തവ മൂല്യമായ വിശ്വസ്തത എന്നതാണ് പാഠത്തിൻ്റെ പേര്. ക്രൈസ്തവ മൂല്യമായ വിശ്വസ്തത. അപ്പോൾ ഈ ക്രൈസ്തവ മൂല്യമായ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ഇപ്പോൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയും ചെന്ന് നിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും കുറച്ച് അളവിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അത് എങ്ങനെ നേടിയെടുക്കാം? അതല്ലെങ്കിൽ നമുക്ക് ബൈബിളിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിലെ വിശ്വസ്തരായ ദാസന്മാരെ കുറിച്ച് കർത്താവ് പ്രവർത്തിച്ചത്, യഹോവയായ ദൈവം പ്രവർത്തിച്ച് അവരെ എങ്ങനെ നമ്മൾ വിശ്വസ്തരായ ദാസന്മാരാകണം എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ബൈബിളിൽ. അപ്പോൾ ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ക്രൈസ്തവരുടെ മൂല്യമായ വിശ്വസ്തതയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഇന്നത്തെ വേദഭാഗം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ബൈബിള് എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കാൻ കയ്യിൽ ബൈബിൾ എടുക്കുക. നമ്മൾ ഈ പറഞ്ഞ അധ്യായം എടുക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ.
കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. ഇതില് ഇത്രയും ഭാഗത്ത് നമുക്ക് തീർത്ത് പോവാം. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. അപ്പോൾ കർത്താവ് വരുന്നതിനെ കുറിച്ചാണ്, വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതില് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അപ്പോ കള്ളനെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായക കൊണ്ട്. അപ്പോൾ നമുക്കറിയില്ല, കർത്താവ് വരും, പക്ഷെ നമുക്കറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന്. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ഉപമയാണ്. ഈ ഉപമ 3 കാര്യങ്ങളിൽ കൂടിയാണ് കർത്താവ് വരുന്നതിനെ പറ്റി ഈ ഒരു അധ്യായത്തിൽ മത്തായി സുവിശേഷത്തിൽ പറയുന്നത്. അതായത് 24-ാം അധ്യായം 42 മുതൽ 25-ാമത്തെ അധ്യായം 47-ാം വാക്യം വരെ, 47ആണെന്ന് തോന്നുന്നു, ആ വാക്യം വരെ കൃത്യമായിട്ട് 3 ഉപമകളിൽ കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ 3 ഉപമകൾ എന്ന് പറയുമ്പോൾ ആ 3 ഉപമകളും നമ്മളിവിടെ പഠിക്കുന്നില്ല, നമ്മളിപ്പോൾ പറയുകയാണ്. അപ്പൊ ഇതില് ആദ്യം പറയുന്നത് കള്ളനെ കുറിച്ചാണ്. അപ്പൊ കള്ളൻ വരുന്ന യാമം ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ വരികയാണ്, ഒരിക്കലും നമ്മൾ വരാതിരിക്കാനല്ലേ നോക്കൂ. നമ്മുടെ വസ്തുവകകള്, നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭദ്രമാക്കി കൂട്ടി കെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ വരെ പോകുന്നത്. വീട്ടിലെ പട്ടിയെ വരെ അഴിച്ച് വെളിയിൽ വിട്ടിട്ടാണ് പോകുന്നത്, ഇല്ലേ, നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വരും എന്നറിഞ്ഞാൽ, കള്ളൻ വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയിരിക്കും. എന്തിനാ? കള്ളനെ പിടിക്കാൻ നമ്മൾ സർവ്വ കാര്യങ്ങളും തയ്യാറായിരിക്കും. അപ്പോൾ ഇത് പറയുന്നത് കർത്താവ് കള്ളനെന്നല്ല പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കർത്താവ് വരുന്ന ദിവസം ഇന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സർവ്വ സമയവും, ഇപ്പൊ രാത്രിയിലാവാം കള്ളം വരുന്നത്, പകലാവാം. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് വഴി ചോദിക്കുന്നു. എത്രയോ വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ഒരാൾ വന്ന് വഴി ചോദിക്കുന്നു, വഴി ചോദിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ അത് അവിടെ അല്ല ഇവിടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴന്നെ മാലയും പൊട്ടിച്ച് പോകുന്നുണ്ട്, ഇല്ലേ? ഇത് കള്ളനാണ്, നമുക്കറിയാൻ പറ്റുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അവിടെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുമായിരുന്നു, നമ്മുടെ വസ്തുവകകൾ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ കർത്താവ് വരുന്ന ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. കള്ളൻ വരുന്നത് പോലെ. കർത്താവ് കള്ളനെന്നല്ല ഈ പറയുന്നത് ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഉറങ്ങിപ്പോകരുത്. അത് കഴിഞ്ഞിട്ട് 10 കന്യകന്മാരെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ഉപമകൾ ഇതിന്റെ താഴോട്ട് പറയുമ്പോൾ ഈ 3 ഉപമകളിലും 2 കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെയും അല്ലാത്തവരെയും കുറിച്ചാണ് ആ 2 കാര്യങ്ങളിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അതായത് ഇതിൽ പറയുന്നത് വിശ്വസ്തനായ ദാസനെ കുറിച്ചാണ്. ഒരു ദാസനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ വീട്ടില് ജോലിക്കായിട്ട് നിർത്തിയിട്ടുള്ള ഒരാൾ, നമുക്കിപ്പോൾ അങ്ങനെ സങ്കല്പിക്കാം. അതേപോലത്തെ ഒരു ഉപമയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ പറയുന്നതില് ആ വിശ്വസ്തനായ ദാസനെ, ഇപ്പോൾ നമ്മളൊരു ദാസനെ ഒരു ജോലിക്കാരനെ നമ്മൾ വീട്ടിൽ നിർത്തിയ ശേഷം അവനോട് ജോലി ചെയ്യാൻ പറയുമ്പോൾ അവൻ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയോ മൊബൈൽ എടുത്ത് വെച്ച് കളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ യജമാനൻ വരുന്നുണ്ടോ, സാറ് വരുന്നുണ്ടോ എന്ന് ജനലിൽ കൂടെ നോക്കിയിട്ട് സാറ് ദൂരെ നിന്ന് വരുമ്പോൾ ഓടി വന്നിരുന്ന് ജോലി ചെയ്യുന്ന നമ്മളിൽ ചിലർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇത് പറയുന്നതും അതുപോലെയാണ്. ഈ വിശ്വസ്തനായ ദാസൻ എന്ന് പറഞ്ഞാൽ അവനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ സാറുണ്ടോ കുട്ടിയുണ്ടോ വീട്ടുകാരോ ഉണ്ടോ എന്നല്ല, നമ്മൾ വിശ്വസ്തയോടെ പൂർണ്ണ ഹൃദയത്തോടെ ഈ ജോലി ചെയ്യുന്നതിനെയാണ് അവിശ്വസ്തയായ ദാസനെ പറ്റി പറയുന്നത്. അപ്പം നമ്മളിൽ എല്ലാവരും ഷോർട്ട് കട്ട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് വിശ്വസ്തയോടെ ജോലി ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത് ആ വിശ്വസ്തനായ ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ വിശ്വസ്തനായ ദാസൻ ആരാണ്?
ഈ വിശ്വസ്തനായ ദാസൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ ഒരാളിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളെ കർത്താവിനെ വിശ്വസിക്കുന്ന ഏവനും, പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്ന ഏവനും വിശ്വസ്തനായ ദാസനാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിശ്വസ്തനായ ദാസൻ. അപ്പൊ വിശ്വസ്തത, ക്രൈസ്തവ മൂല്യമായ വിശ്വസ്തതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വിശ്വസ്തത എന്താണ്? വിശ്വസ്തത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിൽ പകർന്നു നൽകുന്നതാണ്. അതായത് നമ്മൾ ദൈവത്തെ എന്തുവാണ് വിശ്വസിക്കുകയാണോ, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ദൈവം നമ്മുടെ അടുത്ത് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ, നമ്മൾ തിരിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നതാണ് വിശ്വസ്തത. അപ്പോൾ നമുക്ക് ഈ വിശ്വസ്തത എങ്ങനെ വരും, അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ വിശ്വാസവും വിശ്വസ്തതയും ഇത് തമ്മിൽ വളരെ ബന്ധമാണ്. നമുക്ക് ആർക്കാണ് വിശ്വസ്തതയുള്ളത്, ആരാണ് വിശ്വാസമുള്ളത്? വിശ്വാസം കൂടിയിട്ടാണോ വിശ്വസ്തത ഉണ്ടാകുന്നത്, വിശ്വാസം വന്നിട്ടാണോ വിശ്വസ്തത ഉണ്ടാകുന്നത്? അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നമ്മൾ ഓരോ നിമിഷത്തിലെ ഈ ലോകത്തിലെ പല കാര്യങ്ങൾ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ആരോടൊക്കെ ഇടപെടുന്നോ, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ തിരിച്ചറിയുന്നത് ഈ നമ്മുടെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാണ്. അപ്പോൾ വിശ്വസ്തനായിരിക്കണം. ഏത് കാര്യത്തിലെ, നമ്മുടെ ജോലി കാര്യത്തിലായിരുന്നാലും ഏത് കാര്യത്തിലായാലും കർത്താവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വിശ്വസ്തനായ ദാസനായിരിക്കുക എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ ദാസൻ എന്താ ചെയ്യേണ്ടത്? ഒളിച്ചിരുന്ന് വരുമ്പോ മാത്രം ചെയ്യുന്നതാണോ? അല്ലല്ലോ. അപ്പൊ എന്താണ് വിശ്വസ്തത? വിശ്വസ്തത ഒരു ബന്ധമാണ്. ആരുമായിട്ടുള്ള ബന്ധം? ആരുമായിട്ടും ആവാം. അപ്പം നമ്മൾ ഒരാളിൽ വിശ്വസിക്കുന്നതാണ് വിശ്വസ്തത, അല്ലേ? നമ്മൾ പൂർണ്ണമായിട്ട് അതിലെ ഒരു തരി, ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് വിശ്വസ്തത. അപ്പോൾ ഈ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധം, അതിനെയും നമ്മൾ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധം അല്ല, മനുഷ്യരും ദൈവവുമായിട്ടുള്ളതല്ല, ദൈവവും മനുഷ്യരുമായിട്ടുള്ള, അതായത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ വിശ്വസ്തത എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ദൈവജനത്തോടുള്ള ദൈവിക ഉടമ്പടിയിൽ നിലനിൽക്കുന്ന മനുഷ്യന്റെ വിധേയത്വം, അതായത് നമുക്ക് കുറച്ച് ഉടമ്പടികളൊക്കെ ഈ തന്നിട്ടുണ്ട്. നമ്മൾക്ക് അറിയില്ല എന്താണ് നമുക്കുള്ള ഉടമ്പടികളെന്ന്, അറിയാമെങ്കിൽ കണ്ണടച്ചിരിപ്പുണ്ട് നമുക്ക്, ഇല്ലേ? അപ്പൊ ഈ ഉടമ്പടി എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിവസവും പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ അടുത്ത്. സ്വർഗസ്നായ പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കർത്താവായ ദൈവം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ കൂദാശകളും അതിൽ വരും. പ്രാർത്ഥനയുണ്ട്, അതേപോലെ തന്നെ തിരുവത്താഴം, സ്നാനം, കല്യാണം, ഇതെല്ലാം ഓരോ കൂദാശകളാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത്രയ്ക്ക് വിശ്വസ്തനായിരിക്കണം എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവും അതേസമയം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇതുമാണ് എന്താണ് വിശ്വസ്തത. ഈ വിശ്വസ്തതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ വിശ്വസ്തത എങ്ങനെ നമുക്ക് വരാം, നമുക്ക് ദൈവത്തിൽ എങ്ങനെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാവുന്നത്. അപ്പോൾ ഈ വിശ്വസ്തത നമുക്ക് എങ്ങനെയാണ് വരുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഇല്ലാത്ത ഒരു സമയമുണ്ടെന്ന് വെച്ചേക്കാം. നമുക്ക് ആഹാരത്തിന്, വസ്ത്രത്തിന്, നമുക്ക് യാതൊന്നും, അതായത് നമ്മൾ വിചാരിച്ച് നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലെത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ അത്രയ്ക്ക് സൗകര്യത്തിലാണ്. നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി വേണം, ഒരു ചിക്കൻ ബിരിയാണി പോരട്ടെ, അപ്പോൾ ആ സാധനം അവിടെ വരികയാണ്. നമുക്ക് ഇന്ന ഷർട്ട് വേണം, അത് വിലയൊന്നും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇന്നതെടുത്ത് വരണം, അത് വരും. അപ്പോൾ നമുക്ക് രോഗങ്ങളില്ല, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ബൈക്ക്, കാറ്, നമുക്ക് എങ്ങനെ വേണോ ജീവിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം ഉള്ളപ്പോൾ ദൈവവുമായിട്ടുള്ള ആ വിശ്വസ്തത, അതല്ലെങ്കിൽ ദൈവത്തെ വിളിക്കേണ്ട ഒരു അതങ്ങ് കുറയും. അതായത് നമുക്ക് ആവശ്യങ്ങളില്ല, നമുക്ക് ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒന്നിനും ഒരു കുറവില്ലാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം അത് കുറവാണ്. നമുക്കൊന്നിനും ഒരു കുറവില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ദൈവവുമായിട്ട് കോണ്ടാക്ട് വളരെ കുറവായിരിക്കും. അതേസമയം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൻ്റെ നേരെ തിരിച്ചാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടും
ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും എങ്ങും എത്തുന്നില്ല. അതേസമയം നമ്മളെ എല്ലായിടത്തും ഏത് വീട്ടിൽ പോയിരുന്നാലും ഏത് കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരുന്നാലും നമ്മൾ ജോലിക്ക് പോകുന്നിടത്തോ പഠിക്കാൻ പോകുന്നിടത്തോ നമ്മൾ എവിടെയായിരുന്നാലും അവിടെയെല്ലാം നമുക്ക് ഒരു ഹാസ്യ കഥാപാത്രത്തിന്റെ ഒരു ഇത് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ തകർന്നു പോകും. നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ലായിരിക്കും, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലായിരിക്കും മനസ്സിലെങ്കിലും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കപ്പെടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അനുജനും അനുജത്തിമാർക്കും ഒക്കെ ഏതെങ്കിലും ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവും. അവർക്ക് പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശ. ഇതാണ് ആ ഒരു ഭാഗം വരുമ്പോൾ, നമുക്ക് ഒരു കാര്യവും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമുക്കൊരു തകർച്ചയുണ്ട്. ആ തകർച്ചയിൽ എന്ത് ചെയ്യും? ആ തകർച്ച വരുമ്പോഴും നമ്മൾ പിടിച്ചു നിന്നിട്ട് പറയും, എന്ത് പറയും? നമ്മൾക്ക് വേണ്ട, നമുക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് കണ്ടീഷണൽ ട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ഒരു കണ്ടീഷൻ വെക്കും, നമ്മൾ ഉപാധി വെച്ചിട്ട് നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ ശ്രമിക്കും. അതായത് നമ്മളിപ്പോൾ പറയണം, എനിക്ക് ഇന്ന ജോലി ലഭിച്ചാൽ ഞാൻ ഇത്ര ആദ്യത്തെ ശമ്പളം ഞാൻ കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കും, ദൈവത്തിന് വെക്കും. അതായത് അതൊരു കണ്ടീഷനാണ്. ദൈവത്തിൻ്റെ അടുത്ത് നമ്മളൊരു ഉപാധി വെക്കുകയാണ്. ദൈവമേ ഞാൻ വെക്കും, ഞാൻ പൈസ വെക്കും, എനിക്ക് ആ ജോലി തരണം. കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഉപാധികളാണ്. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് സംസാരിക്കാൻ പോലും ഉപാധികൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇന്നത് കിട്ടിയാൽ, എനിക്ക് ഇന്ന അഡ്മിഷൻ കിട്ടിയാൽ, എനിക്ക് ഇന്ന ജോലി കിട്ടിയാൽ, ഞാൻ വിചാരിക്കുന്ന ആളിനെ കല്യാണം കഴിക്കാൻ പറ്റിയാൽ, എല്ലാം ദൈവത്തിന്റെ അടുത്ത് ചോദിക്കുന്ന കണ്ടീഷൻസ് ആണ്. നമ്മൾ അപ്പൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് വേണം. അപ്പൊ ഈ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ആണ്. അതായത് നമ്മൾ വളർത്തപ്പെട്ട, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ ദൈവവുമായിട്ടുള്ള വിശ്വസ്തത. കുറെ എൻ്റെ അടുത്ത് ക്ലാസ്സിലുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പണ്ട് കാലത്ത് ദൈവം ഇസ്രായേൽ മക്കളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ സംസാരിക്കുന്നില്ല? അത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് അന്നുണ്ടായിരുന്നതിൻ്റെ അത്ര ദൈവവുമായിട്ടുള്ള വിശ്വസ്തത ഇല്ല. അത് എന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്? നമ്മൾ ഇപ്പോഴും കണ്ടീഷൻസ്, അന്നും ഇത് തന്നെയാണ് സ്ഥിതി. ഇസ്രായേൽ മക്കളെ എത്ര മനോഹരമായിട്ടാണ് കർത്താവ്, യഹോവയായ ദൈവം അവിടെ നിന്ന് ഓരോ പ്രതിസന്ധിയിൽ നിന്നും മാറ്റി കൊണ്ടുവരുന്നത്. കടൽ വിഭജിക്കപ്പെട്ടു, അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയപ്പോൾ കടൽ കൊണ്ട് മൂടി ആ കൊല്ലാമെന്ന എല്ലാവരെയും ദൈവം കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും വലിയൊരു അത്ഭുതം നടന്നിട്ട് പോലും ഇസ്രായേൽ മക്കൾ ഇതങ്ങോട്ട് കടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? അവരിതാ പുറകെ വരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു മോശയോട്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം വലിയൊരു അത്ഭുതം നമ്മുടെ കണ്ണു മുമ്പിൽ കാണിച്ചു തന്നാൽ പോലും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ അടുത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്, അടുത്തൊരു കാര്യത്തിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന. ഇസ്രായേൽ മക്കൾ തൊട്ട് അത് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ കടന്ന്, നമ്മുടെ DNA എങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ദൈവ മക്കളാണ്. അപ്പോൾ അതിൻ്റെതായ വിശ്വസ്തതയുടെ കുറവ് നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ വെക്കുന്നത് ശരിയാണോ? നമ്മുടെ അപ്പൻ്റെ അടുത്ത് നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് ഇത് ഓരോ കാര്യങ്ങൾ, അപ്പനാണ് നമ്മുടെ ദൈവം, ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഒരു കണ്ടീഷൻസും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കണ്ടീഷണൽ, ഉപാധികളോട് കൂടിയുള്ള ഒരു വിശ്വാസം, വിശ്വസ്തത, ഇതൊക്കെ നമ്മൾ വെറും ദൈവത്തിനെ എന്താണ് ചെയ്യുന്നത്? ഈ കണ്ടീഷൻസ് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ, നമുക്ക് കഷ്ടത വരുമ്പോൾ, നമുക്കൊന്നും നേടാതിരിക്കുമ്പോൾ, ഇതൊക്കെ നമുക്ക് ഒരു ഉപാധി വെച്ചിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്താണെന്നറിയാം. കർത്താവായ ദൈവത്തിനറിയാം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് നൽകാനുള്ളത്, നമുക്ക് നമ്മുടെ ഭാവി ജീവിതം എങ്ങനെയാണ് എന്നെല്ലാം കർത്താവായ ദൈവത്തിനറിയാം. നമ്മൾ വെറുതെ വ്യാകുലപ്പെടേണ്ട. അതായത് ദൈവത്തിനറിയാം ഏത് സെക്കൻഡിൽ എങ്ങനെയാണ് അവൻ്റെ ജീവിതം കൊണ്ടുപോകേണ്ടത്. അപ്പോഴും നമ്മൾ പറയണം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു 50,000 രൂപയുടെ വളരെ അത്യാവശ്യമുണ്ട്, നമുക്ക് നാളെ അത് കൊടുക്കണം. എന്ത് ചെയ്യും? അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്കത് കൊടുക്കണം. ഈ ലോകമാവുന്ന ലോകത്ത് എല്ലാവരുടെ അടുത്തും നമ്മൾ ചോദിച്ചിട്ട് ഈ 50,000 രൂപയ്ക്ക് ചോദിച്ചിട്ട് അവസാനം ഒന്നും നടക്കാതെ വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കും, കർത്താവേ എനിക്ക് ആ പൈസ കിട്ടിയില്ല, എനിക്ക് വേണം. അവിടെയും നമ്മൾ കൊടുക്കുന്ന സ്ഥാനം ദൈവത്തിന് അവസാനമാണ്.
ഈ അവസാനം ചോദിക്കുമ്പോഴും നമ്മൾ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം തരുമെന്ന് വെച്ചോ, നമുക്ക് 50,000 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. കർത്താവിന് അവിടെ കർത്താവായ ദൈവത്തിന് മനസ്സലിഞ്ഞിട്ട് ദൈവം നമുക്ക് തരാനിരിക്കുന്നത് ചിലപ്പം 50 ലക്ഷമോ 50 കോടിയോ ഒക്കെ ആയിരിക്കും. നമ്മളപ്പോൾ കരഞ്ഞിട്ട് പറയണം, ദൈവമേ എനിക്ക് 50,000 രൂപ കിട്ടിയേ പറ്റൂ. അങ്ങനെ ചോദിച്ച് കരഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ വെച്ച് ചോദിക്കുമ്പോൾ കർത്താവ് തരാതിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഈ കണ്ടീഷൻസ് വെച്ച് ചോദിക്കുമ്പോൾ അത് ഒരു ഉപാധികളോടെയാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ഉപാധി വെക്കാതെ ചോദിക്കുക. അപ്പം നമുക്ക് ഇനി അൺകണ്ടീഷണലായിട്ട്, അതായത് ഒരു ഉപാധി ഇല്ലാതെ എങ്ങനെ ചോദിക്കാം? അതായത് ഇപ്പോൾ നമുക്കൊരു കഷ്ടത വരികയാണ്, കഷ്ടത വന്നു, നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല, നമുക്കൊരു ജോലിക്ക് പോയിട്ട് അവിടെ ലഭിച്ചില്ല, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടിയില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ ആകെ പ്രശ്നമാണ്, നമ്മൾ എത്രയൊക്കെ വിചാരിച്ചിട്ടും എത്ര വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്നിട്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ പറയാണ്, ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും വേല ചെയ്തില്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, എന്നിട്ട് നീ എന്നോട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, എനിക്ക് ഉത്തരം തന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് എന്തുവാണ്? നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനും ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കടമൊക്കെ പറഞ്ഞു, എന്നിരുന്നാലും കർത്താവേ എനിക്കത് കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ, കിട്ടിയാലും ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു ജീവിത അനുഭവമാണ്. ആ ജീവിത അനുഭവം എന്ന് പറയുന്നത് ഞാൻ പേര് പറയുന്നില്ല പുള്ളിയുടെ, അദ്ദേഹം വളരെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും ഒക്കെ വളരെ അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്നറിയാവോ? അവൻ നന്നാവും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിൽ നിന്നെല്ലാം മാറിക്കിട്ടും എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് കല്യാണം നടത്തി. അപ്പോൾ ഈ പുള്ളിക്കാരത്തിക്ക് ബാംഗ്ലൂരിലാണ് ജോലി. അപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ഉള്ളപ്പോൾ നേഴ്സാണ്, ഈ പുള്ളിയും നേഴ്സാണ്. അപ്പോൾ ഈ പുള്ളി പക്ഷേ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമയായതുകൊണ്ട് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ മദ്യപിക്കണം, അതിനോടൊപ്പം തന്നെ സിറിഞ്ച് ഡ്രഗ്സും യൂസ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നിലും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്വസ്ഥതയും അവർക്ക് ഏകദേശം ഒരു 12 വർഷക്കാലം അവർക്ക് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. പള്ളി പോകത്തില്ല, പള്ളിയിൽ വിടത്തില്ല, ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജോലി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്നറിയാം? എല്ലാ സാധനങ്ങളും അടിച്ചു പൊട്ടിച്ച് കളയും, ഒന്നും കഴിക്കാനുണ്ടാവില്ല. എന്നിട്ട് രാവിലെ ഈ ചേച്ചി രാവിലെ വീണ്ടും ഹോസ്പിറ്റലിൽ പോവും, അവിടുത്തെ കാര്യം നോക്കും, തിരിച്ചു വരും. ഒരു ദിവസം ഈ ചേച്ചി പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത്, ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അത് പറയുമ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന വസ്തു ബൈബിൾ എടുത്തെറിയും, ബൈബിൾ എടുത്ത് കത്തിക്കും. അവിടെ നിന്റെ ദൈവം എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ചേച്ചി അവിടെയും കഷ്ടതയിലാണ്. ആ ചേച്ചിയുടെ അടുത്ത് പലരും പറഞ്ഞു, ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ഒരു മനുഷ്യനാണത് കല്യാണം നടത്തുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആദ്യമൊക്കെ വിഷമം തോന്നിയെങ്കിലും പറഞ്ഞു, ഞാൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വാക്യം കിട്ടി, അതുകൊണ്ട് ഞാൻ ആ വാക്യത്തെ എനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന്. പക്ഷേ ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരിക്കലും ആ ഒരു വിവാഹാലോചനയിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തോടെയാണ് ആ കല്യാണം. ഏകദേശം 12 വർഷം കാത്തിരുന്നു. ഈ 12 വർഷവും ആ ചേച്ചി ഒരു ദിവസങ്ങളിൽ ഉറങ്ങിയിട്ടില്ല. ചില ദിവസങ്ങളിൽ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കൊല്ലാൻ വേണ്ടി പല പ്രാവശ്യം കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ട്, കൈക്കകത്തും ഒക്കെ. ആ ചേച്ചിയുടെ ഭർത്താവ് ഈ ചേച്ചിയുടെ കത്തിയൊക്കെ എടുത്ത് കുത്തി മുടി വെട്ടിക്കളയും, മുടിയിൽ തീ വെച്ച് കൊടുക്കും, സിഗരറ്റ് എടുത്ത് കുത്തി കൊടുക്കും. ഇങ്ങനെ വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ ആ ചേച്ചിയെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ചേച്ചിക്ക് ആകെ ഉള്ളത് പറയാൻ പറ്റുന്നത് കർത്താവായ ദൈവത്തിൻ്റെ അടുത്ത്, ഈശോ അതായത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് മാത്രമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കണ്ടീഷനൊന്നും വെച്ചില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, കർത്താവേ ഞാൻ ഇത് സഹിച്ചോളാം, പക്ഷെ എൻ്റെ ചേട്ടനെ എനിക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്കൊരു പുതിയ സൃഷ്ടിയായി എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് വെക്കണം. ഇതേ പറഞ്ഞോളൂ. അപ്പോൾ ഈ 12 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ ഇരുന്നപ്പോൾ മദ്യപിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിയപ്പോൾ കൈ വിറയിൽ കൊണ്ട് നിൽക്കുന്നില്ല. തട്ടുമ്പോൾ ഗ്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഗ്ലാസ് വീഴും. മറ്റേ ഡ്രഗ്സ് കുത്തിവെക്കാൻ പോകുമ്പോൾ കൈ നിൽക്കില്ല, കൈ വിറയിൽ കൊണ്ട് പോകുന്നു.
ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അവസാനം വരെ ഈ ചേട്ടൻ ഈ ചേച്ചി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്ന് അവസാനമായപ്പോൾ പറഞ്ഞു, നിന്റെ ദൈവം ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ ദിവസം എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എനിക്കിന്ന് നിന്റെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കണം. അന്ന് മുതൽ പ്രാർത്ഥിച്ച ആ ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വീണ്ടും ഒരു 8 വർഷം കൂടെ കഴിഞ്ഞ ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ടു. അതിൽ നിന്ന് ദൈവത്തെ കണ്ടു, ദൈവത്തെ തിരിച്ചറിഞ്ഞു, പിന്നെ പള്ളിയിൽ പോയി. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ കഷ്ടതയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു. ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്, അവർക്ക് ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞ് 6ാമത്തെ മാസത്തിൽ പ്രസവിച്ചു. അതായത് മാസം തികയാതെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ അടുത്ത് കിടന്ന് തന്നെ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചും മാസം തികയാതെ ജനിച്ച ഒരു കുഞ്ഞാണ്. അപ്പോൾ അത് ആൺകുഞ്ഞും ഇത് പെൺകുഞ്ഞുമായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരെ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് ഈ കുഞ്ഞിൻ്റെ അപ്പൻ ഈ ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങളുടെ മോളും രക്ഷപ്പെടും, അതുകൊണ്ട് പ്രാർത്ഥിച്ചോളാം. പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചതെന്നറിയാവോ? പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചേട്ടൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ആ ചേട്ടന് ഈ കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു, ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവ് തന്നത് കർത്താവ് എടുത്തു, പക്ഷെ കർത്താവ് തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഹല്ലേലൂയ, ഇതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നില്ല ദൈവം. ഇത്രയും കഷ്ടതയിൽ കൂടി പോയിട്ട് പോലും അവർ ഒരു കണ്ടീഷനും പറഞ്ഞില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണം, ഞാൻ ഇത്രയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടതയിൽ കൂടി നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവസരത്തിലും ആ ചേട്ടന് ഇന്നും വേറെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ചേട്ടൻ പറയുന്നത്, കർത്താവ് തന്നാലും ഹല്ലേലൂയ, തന്നില്ലെങ്കിലും ഹല്ലേലൂയ, ഇതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഏത് കഷ്ടത തന്നില്ലെങ്കിലും നമ്മൾ ചോദിക്കുന്ന കാര്യം തന്നാലും തന്നില്ലെങ്കിലും ഹല്ലേലൂയ ആദ്യം പറയാൻ പഠിക്കണം. അതായത് നമുക്ക് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് പ്രാർത്ഥിക്കരുത്. നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. നമുക്ക് പഴയ നിയമത്തിലെ അബ്രഹാം പിതാവിൻ്റെ കാര്യം നോക്കാം. അബ്രഹാം പിതാവിന് ഒരുപാട് പ്രായമായ ശേഷം ഏകദേശം 100ാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ഈ കുഞ്ഞിനെ ലഭിച്ച് കുറച്ച് വർഷങ്ങൾ വളർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് മലയുടെ മുകളിൽ മലയുടെ മുകളിൽ എനിക്ക് ബലി തരണം നിന്റെ മോനെ. ആ ബലി തരണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് തിരിച്ച് വേറൊന്നും ചിന്തിച്ചില്ല. പക്ഷേ അബ്രഹാം പിതാവിനുണ്ടായ ആ മാനസിക സംഘർഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് 100ാമത്തെ വയസ്സിൽ ഇത്രയും പ്രായമായ ശേഷമാണ് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത്. അപ്പൊ ആ കൊടുത്ത കുഞ്ഞിനെ വാങ്ങിച്ചു, കൈ നീട്ടി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ വളർത്തിയപ്പോൾ ദൈവം പറയാണ്, ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നീ മലയുടെ മുകളിൽ പോയിട്ട് അവിടെ വെച്ച് എനിക്ക് ബലി തരണം എന്നാണ് പറയുന്നത്. അപ്പോഴും അബ്രഹാം പിതാവ് കുഞ്ഞിനെ പിടിച്ച് കൊണ്ടുപോയി, സാറയോട് ഒന്നും പറഞ്ഞില്ല, മോനെ പിടിച്ച് നേരെ മോൻ്റെ അടുത്തും പറഞ്ഞില്ല, മലയെ കൊണ്ടുപോയിട്ട് അവിടെ എന്താണ് ദൈവം ചോദിച്ചത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ദൈവം ചോദിച്ചത് അബ്രഹാം പിതാവിൻ്റെ വിശ്വസ്തതയെ ടെസ്റ്റ് ചെയ്യായിരുന്നു. അവിടെ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ആ ടെസ്റ്റിൽ അബ്രഹാം പിതാവ് പൂർണ്ണമായിട്ട് വിജയിച്ചു. എങ്ങനെ? ആ ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ തന്നെ ദൈവം ആ വാളെടുത്ത് വെട്ടാൻ പോയപ്പോൾ തന്നെ ദൂതനെ വിട്ടിട്ട് പറഞ്ഞു, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കൊടുത്ത ഒരു വിശ്വസ്തതയാണ് അവിടെ ദൈവത്തിന്റെ മുമ്പിൽ അബ്രഹാം പിതാവ് വിശ്വസ്തനായ ഒരു ദാസനായി തീരുകയാണ് അവിടുന്ന്. അതായത് നമ്മുടെ സ്വപ്നങ്ങളെ ഇതേപോലെ ദൈവത്തിന്റെ മുമ്പിൽ, അതായത് അബ്രഹാം പിതാവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ മകനെ ബലി കൊടുക്കാൻ വേണ്ടി അവിടെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ബലി കൊടുക്കാൻ വേണ്ടി ഒരു ആടിനെ ബലി കൊടുക്കും പോലെ കയ്യും കാലും കെട്ടിയിട്ട് ആ വാളെടുത്ത് വെട്ടാൻ വേണ്ടി പോയപ്പോൾ പോലും ആ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്രമാത്രം വേദനയിലായിരുന്നു ആ അപ്പൻ്റെ അവസ്ഥ. അപ്പോൾ അതുപോലും ബലി കഴിപ്പിച്ചിട്ട് അപ്പൻ്റെ സ്വപ്നങ്ങളെയാണ് അപ്പൻ അവിടെ വെട്ടിമുറിക്കാൻ വേണ്ടി എടുത്തത്. ആർക്ക് വേണ്ടി? സാക്ഷാൽ ദൈവത്തിന് വേണ്ടി. അപ്പൊ പഴയ നിയമത്തിൽ അങ്ങനെ ഒരുപാട് വിശ്വസ്തനായ ദാസന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഹെബ്രായ 3 യുവജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവരെ പിടിച്ചുകെട്ടി വലിയൊരു രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാജാവിന്റെ ഒരു സ്വർണ്ണ ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, അവരുടെ പറഞ്ഞു അതിനെ കുമ്പിട്ട് ആരാധിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ 3 ചെറുപ്പക്കാരും പറഞ്ഞു, ബാക്കി എല്ലാവരും രാജ്യത്തെ എല്ലാവരുടെ അടുത്തും കുമ്പിട്ട് ആരാധിക്കാൻ പറഞ്ഞു ദൈവത്തിന് തുല്യമായിട്ട്. അപ്പൊ ഈ 3 എബ്രായ യുവജനങ്ങൾ പറഞ്ഞു, ഞങ്ങള് വേറെ ദൈവത്തിനെ ഞങ്ങള്
കുമ്പിടില്ല, ആരാധിക്കില്ല, 100% ഉറപ്പ് ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ രാജാവിന് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. രാജാവിന് ദേഷ്യം വന്ന ശേഷം രാജാവ് എന്താ ചെയ്തത്? രാജാവ് പറഞ്ഞു, ആ 3 പിടിച്ചു കെട്ടി കൈയും കാലും കെട്ടിയിട്ട് അവിടെ തീച്ചൂളയുണ്ട്, ആ ചൂളക്കകത്ത് കൊണ്ടുവന്ന് കെട്ടി എറിയാൻ പറഞ്ഞു. തീരെ ചൂട് വർദ്ധിപ്പിക്കാനും പറഞ്ഞു. അങ്ങനെ ഈ 3 യുവജനങ്ങളെയും ആ 3 യുവാക്കളെയും പിടിച്ച് കെട്ടി, കൈയും കാലും കെട്ടി, 3 ഒരുമിച്ച് കെട്ടി ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്ന് ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞ് അതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല എന്നാണ് ബൈബിൾ പണ്ഡിതന്മാര് എഴുതിയിട്ടുള്ളത്. ആ തീച്ചൂളയുടെ അടുത്ത് പോലും പോയിട്ട് ഏകദേശം 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞ ശേഷം ഈ തീച്ചൂളയുടെ സൈഡിൽ ഒരു ചെറിയൊരു ജന്നാലയുണ്ട്. ആ ജന്നാല തുറക്കാൻ വേണ്ടി ഈ ഭടന്മാരോട് ഈ രാജാവ് കൽപ്പിക്കുകയും ഈ ഭടന്മാർ പോയി തുറന്ന് രാജാവിനെ കാണിച്ചു കൊടുത്തപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നമ്മൾ ആ 3 പേരെ കെട്ടി തന്നെയല്ലേ ഇട്ടത്, ഇപ്പൊ 3 പേര് അവിടെ കെട്ടൊന്നുമില്ലാതെ നിൽക്കുന്നത്, 4ാമത് ഒരു മനുഷ്യനും കൂടെ നിൽക്കുന്നു. അത് കണ്ടിട്ട് ആ ഒരു 4ാമത് നിൽക്കുന്ന ഒരാളിനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ പുത്രനെ പോലെ തേജസ്സോടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത്രയും ഒരു ഇതിലാണ് നമ്മൾ ഏതൊരു കഷ്ടതയിലും അവിടെ ദൈവം ഇറങ്ങി അവരെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഈ തീച്ചൂളയിൽ എറിയാൻ പോയപ്പോൾ പോലും ആ യുവാക്കൾ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞു. ആ യുവാക്കൾ ആ രാജാവിനോട് പറഞ്ഞത്, ഇനി നിങ്ങളെ കെട്ടി ആ തീച്ചൂളയിൽ എറിഞ്ഞാൽ പോലും ഞങ്ങളുടെ ദൈവം വന്ന് ഞങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളുടെ ദൈവം വന്ന് രക്ഷിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ പറഞ്ഞു, ഇനി അഥവാ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രതിമയെ കുമ്പിടില്ല. ഒറ്റ വാക്കാണ്, അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല. അവിടെ അൺകണ്ടീഷണൽ ആയിട്ട് പറയുന്നു, ഒരു ഉപാധിയില്ലാതെ പറയുന്നു, ഇനി എൻ്റെ ദൈവം വന്ന് അഥവാ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്, നമ്മുടെ ഒരു വിശ്വാസം, അതാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഈ പാഠത്തിൽ ഈ വിശ്വസ്തത, പഴയ നിയമത്തിൽ കാണുന്ന ഈ വിശ്വസ്തത, ആ വിശ്വസ്തതയാണ്. അപ്പൊ ദൈവത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഈ അബ്രഹാം പിതാവിന്റെ ഈ സ്വപ്നങ്ങളെ കൊണ്ടുവന്ന് അവിടെ വെച്ചു കൊടുത്തു. ദൈവം പറഞ്ഞതാ, നീ നിന്റെ പുത്രനെ കൊണ്ടുവന്ന്, ഏകജാതനെ കൊണ്ടുവന്ന് എനിക്ക് ബലി തരാൻ. അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അബ്രഹാം പിതാവ് ദൈവത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ അവിടെ എന്താവുമായിരുന്നു? ഈ 3 ചെറുപ്പക്കാരും ഇതേപോലെ കണ്ടീഷൻ വെച്ചിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവിടെ? അതായത് ഞാൻ കൂടുതൽ നിന്നെ വിശ്വസിക്കാം, എന്നെ ആ തീയിൽ നിന്ന് ഇറക്കി വിട്ടാൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് നമ്മുടെ കഷ്ടതകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ പോലും ദൈവത്തിന് കൊടുക്കാൻ സമർപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടേതായ രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വസ്തത ഉണ്ടോ ദൈവത്തിൻ്റെ അടുത്ത്? ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വിശ്വസ്തതയുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാൻ പറ്റുന്ന ഒരു വെറും മനുഷ്യരാണ് നമ്മൾ. ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ തന്നെ കാണാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇന്ന് കൊറോണ എന്ന് പറയുന്ന മഹാമാരി വന്ന് പിടിച്ചപ്പോൾ നമുക്ക് അടുത്തുള്ളവരെ പോലും കാണാൻ പറ്റുന്നില്ല. ഇന്ന് വരെ കൂടിയിരുന്ന ഒരു കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, മരണത്തിന് പോകാൻ പറ്റുന്നില്ല, എന്തിന് കൂടുതൽ നമ്മുടെ പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല. എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു ഇതൊക്കെ അയക്കുന്നത്? നമ്മുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാനായിട്ടാണ്. അത് നെഗറ്റീവായിട്ട് നമ്മൾ കാണാണ്ട. നമുക്ക് ഇന്ന് വീട്ടിലിരുന്ന് നമുക്ക് TV-യിലോ നമ്മുടെ യൂട്യൂബോ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ എടുത്തിരുന്നാലും നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തരുന്നത് ഒരു കണ്ടീഷനും വെക്കാതെ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാണ് വിശ്വസ്തതയുടെ ഏറ്റവും വലിയൊരു ഗുണം. പഴയ നിയമത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഇനിയും നമുക്ക് പറയാൻ വേണ്ടി. അപ്പൊ ഈ 3 യുവാക്കളുടെ നിങ്ങൾ യുവാക്കളുടെ ആ പ്രായമായതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു കണ്ടീഷനും വെക്കരുത്. നമുക്ക് ജീവിതത്തിൽ ഏത് സാധനം ലഭിച്ചാലും ഹല്ലേലൂയ പറയണം, ലഭിച്ചില്ലെങ്കിലും ഹല്ലേലൂയ പറയണം. ഇത് ഇത്രയും പറഞ്ഞാൽ മതി. ദൈവമേ, നീ എനിക്ക് അത് തന്നാലും ശരി, എനിക്ക് ആ ജോലി തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി, ദൈവമേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ അടുത്ത് ആദ്യം പറയണം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാം? നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിന് 3ാം സ്ഥാനവും 4ാം സ്ഥാനവും ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്കൊരു അഡ്മിഷൻ, നമ്മൾ +2 ഒരു അഡ്മിഷൻ കിട്ടും. അപ്പം നമ്മൾ അടുത്ത് ഏതൊരു ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള നമുക്ക് പോലും പരിചയമില്ലാത്ത പലരിടത്തും ചോദിക്കും, എടാ ഇത് സാറേ അത് എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, ആ കോഴ്സ് എങ്ങനെയുണ്ട്, ഈ കോഴ്സ് എങ്ങനെയുണ്ട്. അവസാനം വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പോയി ചേരും. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയുമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഇരുന്നിട്ട് ചോദിക്കണം, ദൈവമേ അപ്പ, ഞങ്ങൾ ഇന്ന ഒരു കോഴ്സ് ഞങ്ങളുടെ പുത്രൻ പാസ്സായി, ഞങ്ങൾക്ക്
ഏതാണ് അവന് പറ്റിയ ഭാവി എന്തുവാണ്? സത്യമായിട്ട് പറയണേ, വിശ്വസ്തയോട് ചോദിക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ അവിടെ ഇറക്കും. ആ തീച്ചൂളയിൽ ഇറക്കിയ ദൂതനെ പോലെ നീ ചോദിക്കുന്ന വിശ്വസ്തയോടെ നിനക്ക് ദൈവമല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള ഒരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദൂതൻ വന്ന് നിന്റെ പുത്രന് നമുക്ക് ആർക്കാണോ അത് ആവശ്യം അതിൽ നമുക്ക് കിട്ടും. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? നമ്മുടെ സ്വപ്നങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ ഇനി അടുത്ത് വേറൊരു യോസഫ് എന്താണ് ചെയ്തത്? വിശ്വസ്തനായിരുന്നു. ദൈവവുമായിട്ട് വിശ്വസ്തതയിൽ ഒരിതുമില്ല. എത്രയൊക്കെ പ്രലോഭനങ്ങൾ വന്നു. നമുക്ക് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനത്തെ ഒരു പ്രലോഭനം വന്നു കഴിഞ്ഞാൽ, യോസഫിനുണ്ടായതുപോലെ ഒരു പ്രലോഭനം വന്നു കഴിഞ്ഞാൽ നമുക്കത് മറികടക്കാനുള്ള ശക്തി, കൃപ നമുക്ക് വേണം. ആ കൃപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. യോസഫ് അങ്ങനെ ഒരു വലിയൊരു പോത്തിഫറിന്റെ ഭാര്യ വന്ന് വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും യോസഫ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാരാഗൃഹത്തിൽ അടച്ചപ്പോഴും അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെയും തള്ളിപ്പറഞ്ഞില്ല ദൈവത്തെ മുറുകെ പിടിച്ചു, ശക്തമായിട്ട് നിന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. നമുക്ക് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് അറിഞ്ഞുകൂടാത്ത എൻ്റെ കുഞ്ഞെ വേറെ ഒന്നുമില്ല ഈ ലോകത്ത്. ദൈവം നമുക്ക് എല്ലാം നൽകിയിരിക്കും. ഇന്ന് നമ്മളൊരു 10 വർഷം കൊണ്ട് കഷ്ടതയിലാണോ, നമ്മളൊരു 20 വർഷം കൊണ്ട് കഷ്ടതയിലാണോ, ഇനി ഒരാൾക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണോ, ഒന്നും നീ പേടിക്കണ്ട. അവിടെ ദൈവം നിനക്ക് വേണ്ടി വലിയൊരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഷ്ടത, ആ തീ ചൂളയിൽ ചൂട് ഉണ്ടായിരുന്നപ്പോൾ കൂടിയപ്പോൾ പോലും അവർ ദൈവത്തെ അവിശ്വസിച്ചില്ല. വിശ്വസ്തയാണ്, ദൈവവുമായിട്ട് അത്ര വിശ്വസ്തയാണ്. ആ ഒരു വിശ്വസ്തത എനിക്കും നിങ്ങൾക്കും നമ്മുടെ യേശുപ്പച്ചനില് കൃത്യമായിട്ട് വേണം. ആ വിശ്വസ്തത ഇല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു പരാജയപ്പെട്ട ഒരു ജീവിതമായി പോകും. ഇനി നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു മുള്ള് ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ഉണ്ടായിരുന്നു. അതായത് ആ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അത് ശരീരത്തിനാണോ മനസ്സിനാണോ എന്ന് ഒരിടത്തും ഒരു ബൈബിൾ ശാസ്ത്രജ്ഞരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മുള്ള് ഉണ്ടായിരുന്നു. ആ മുള്ള് മാറ്റി നൽകാൻ വേണ്ടി കർത്താവിനോട് പൗലോസ് അപ്പോസ്തലൻ ഈ മുള്ള് മാറ്റി നൽകാൻ വേണ്ടി കർത്താവിനോട് ഒരു 3 പ്രാവശ്യം കരഞ്ഞ് അപേക്ഷിച്ച് ചോദിച്ചു. അപ്പോൾ കർത്താവ് ഈ 3 പ്രാവശ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രാർത്ഥനയിൽ പൗലോസിനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. അതായത് ഈ മുള്ള് എന്താണെന്ന് എവിടെയും പറയുന്നില്ല. അത് മാനസികമായ എന്തെങ്കിലും വേദനയാണോ, ഇനി ശാരീരികമായി ഉള്ള എന്തെങ്കിലും അസ്വസ്ഥതയാണോ, ഒന്നും അറിയില്ല. പക്ഷേ ആ മുള്ള് കർത്താവായ ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പോൾ ഈ കൃപയുണ്ടെന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അത് ഏതൊരു വിഷമ അവസ്ഥയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ പോലത്തെ മുള്ളുള്ള വേദനയുള്ള, നമ്മൾ എത്രമാത്രം വേദനയിലിരുന്നാലും നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ മുള്ളുകളുണ്ട്. ഈ മുള്ളുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അടുത്ത് പറയരുത് ആ മുള്ളു മാറ്റിത്തരണം എന്ന്. ഈ മുള്ളു വെച്ചുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിന്റെ പകുതിയും എഴുതി. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തതയാണ് നമുക്ക് വേണ്ടത്. ആ ചെറിയൊരു മുള്ളിന്റെ വേദന പോലും അത് ചിലപ്പോൾ വലിയ കഠിനമായിട്ടുള്ള വേദനയായിരിക്കാം. ആ വേദന വെച്ചുകൊണ്ട് തന്നെ ദൈവം അത് സഹിക്കാനുള്ള കൃപ നൽകി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് മാറ്റിത്തരാൻ ചോദിക്കുമ്പോൾ നമ്മുടെ വേദനകൾ മാറ്റിത്തരാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കണം. നമ്മൾ നിരന്തരം ദൈവവുമായിട്ട് സംസാരിക്കണം. നമ്മൾ കണ്ടീഷൻ വെച്ച് ചോദിക്കുന്നതല്ല പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് നിരന്തരമായി സംസാരിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ബൈക്കിൽ പോകുമ്പോൾ, ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാവുന്ന അവസരത്തിൽ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നിരന്തരം ചോദിക്കണം. ദൈവമേ, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നതുപോലെ ആഗ്രഹമുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയണം കർത്താവിൻ്റെ അടുത്ത്, ഒന്നും എൻ്റെ ഇഷ്ടമല്ല, എല്ലാം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ, അത് മതി എനിക്ക് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ ഈ വഴികളിൽ കൂടിയെല്ലാം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ വിശ്വസ്തതയുടെ പഴയ നിയമത്തിൽ പലരുമുണ്ട് വിശ്വസ്തരായ ദാസന്മാരായിട്ട്. ഇയ്യോബ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതിലും ആ ദാസൻ ഇയ്യോബിന് അവസാനം ഈ വിശ്വസ്തയുടെ ഒരു പരീക്ഷണം വന്നു, അവസാനം അത് ജയിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ വിശ്വസ്തനായ ദാസനായിരിക്കണം. നമ്മൾ ഉടനെ തന്നെ കളഞ്ഞിട്ട് നമ്മുടെ ജീവിതം നോക്കി പോകരുത്, കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് പോകരുത്. നമുക്കൊരു വേദന വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ജീവിതത്തിൽ ഉടനെ എന്നെ ദൈവം പ്രാർത്ഥന അയക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിനി പ്രാർത്ഥിക്കാൻ വയ്യ, ഇനി എനിക്ക് ദൈവമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകരുത്. അവിടെ നമ്മൾ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം. ഇതാണ്
എന്താണ് പൗലോസ് അപ്പോസ്തലന്റെ മുള്ളിലൂടെയും അബ്രഹാം പിതാവിൻ്റെ വിശ്വസ്തതയിലൂടെയും എല്ലാം നമുക്ക് കാണിച്ചിരുന്ന ആ 3 യുവാക്കളുടെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള വിശ്വാസവും എല്ലാം നമുക്ക് കാണിച്ചിരുന്ന ഈ ക്രിസ്തീയ വിശ്വസ്തതയുടെ മൂല്യമാണ് കാണിച്ചിരുന്നത്. ഞാനൊരു കഥ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കഥയല്ല, നടന്നൊരു സംഭവമാണ്. 2ാമത്തെ ലോകമഹായുദ്ധത്തിൻ്റെ ആ കാലത്ത് ഒരു പട്ടാളക്കാരൻ, ഒരു യുവാവായ പട്ടാളക്കാരൻ ഒരിക്കൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ലൈബ്രറി പോയി ഒരു ബുക്കെടുത്തു. ആ ബുക്കെടുത്ത് വായിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ, ആ ബുക്ക് തുറക്കുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഈ റിമാർക്സ് എഴുതേണ്ട സ്ഥലത്ത് ഈ ഒരു നല്ല ഹൃദയത്തിൽ പതിക്കത്തക്ക രീതിയിൽ കുറച്ച് ഒരു 2 ലൈൻസ് ഉള്ള എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ യുവാവിനെ അത് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. ആ പട്ടാളക്കാരന് അവൻ അത് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ താഴോട്ട് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, എഴുതിയ ആ 2 ലൈനിൻ്റെ ഉടമയുടെ പേരും അഡ്രസ്സും എഴുതിയിട്ടുണ്ട്. അവൻ അപ്പോൾ തന്നെ ഈ ഉടമയോട് ആ ലെറ്ററിൽ ഒരു യുവതിയുടെ ഇതായിരുന്നു, അഡ്രസ്സായിരുന്നു. അവൻ അപ്പം തന്നെ ഇതിലെടുത്തിട്ട് ഈ ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായം, ഞാൻ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ലൈൻസ് കണ്ടു എന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചു. അപ്പോൾ അതിനുള്ള മറുപടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ നീണ്ട 13 മാസക്കാലം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററുകൾ എഴുതി അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടുപ്പത്തിലായി. ഇതിൻ്റെ പല ഭാഗത്തും ഈ പട്ടാളക്കാരൻ, യുവാവായ പട്ടാളക്കാരൻ ഇവൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചെന്നുണ്ട്, എനിക്ക് നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് നിൻ്റെ ഫോട്ടോ എനിക്ക് തിരിച്ചയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ യുവതി പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ഈ അക്ഷരങ്ങളുടെ ബന്ധം ഞാൻ ഇവിടെ വിച്ഛേദിക്കുകയാണ്, നിനക്ക് എൻ്റെ ഫോട്ടോ വേണമെങ്കിൽ. അപ്പോൾ യുവാവ് പറഞ്ഞു, വേണ്ട, എനിക്ക് നിൻ്റെ ഫോട്ടോ വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട. ഇത് പറഞ്ഞ് അടുത്ത ലെറ്ററിൽ പറയാണ്, ഞാൻ അടുത്ത മാസം നിന്റെ സ്ഥലത്തേക്ക് വരികയാണ്, അതുകൊണ്ട് ഇന്ന കപ്പലിലാണ് വരുന്നത്, നീ എന്നെ കാത്ത് അവിടെ വരണം. ആ യുവാവ് അവിടെ പോയപ്പോൾ അവൻ ആ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. അവൻ എങ്ങനെയിരിക്കും, ഈ കുട്ടി എങ്ങനെയിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് അവൻ ഉറങ്ങിയില്ല. അവൻ ഈ ഷിപ്പ് വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവൻ അവിടെ പോയി കാത്ത് ഇരുന്നു. അപ്പോൾ ഈ യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ എങ്ങനെ നീ തിരിച്ചറിയണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഉടുപ്പിൽ ഒരു പിങ്ക് റോസാപ്പൂവ് എൻ്റെ ഈ ഡ്രസ്സിൽ വെച്ചിട്ടുണ്ടാവും, അത് കണ്ട് നീ എന്നെ തിരിഞ്ഞു പിടിക്കണമെന്ന്. ഇവൻ അവിടെ പോയി നിന്ന് ഷിപ്പ് വന്ന് നിന്നു. അപ്പോഴത്തേക്കും കുറേ പേരിങ്ങനെ വന്നപ്പോൾ ഒരു അതിസുന്ദരിയായ ഒരു യുവതി ഇവൻ്റെ നേരെ ചിരിച്ചുകൊണ്ട് നേരെ വരുന്നത് കണ്ടു. ഇവൻ നോക്കിയപ്പോൾ അത് എങ്ങനെയാണെന്ന് അവന് പറയാൻ വാക്കുകളില്ല. അവൻ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖയാണോ, അതതിന് ഏതെങ്കിലും സിനിമാ നടിയാണോ, അത്രയ്ക്ക് കണ്ണിന് അവിടെ എൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടിട്ടില്ല ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ. അവനിങ്ങനെ ആ കുട്ടി ഇങ്ങനെ അടുത്തിങ്ങനെ വന്നപ്പോൾ, അവനിങ്ങനെ അടുത്ത് വന്നപ്പോൾ ഇവള് അടുത്ത് വന്നിട്ട് ഏറ്റവും അടുത്തെത്തിയപ്പോൾ തന്നെ ഇവ നോക്കിയപ്പോൾ പിങ്ക് റോസാപ്പൂ അവളുടെ ഇതിലില്ല. അവൻ പറയുന്നത് വെച്ചാൽ, ഞാൻ ഏതോ ഒരു സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ട് എന്നെ 10 നിലയുടെ മേളിൽ നിന്ന് താഴോട്ടെടുത്തിട്ട അവസ്ഥയിലായിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞാൻ നോക്കി നിന്നപ്പോൾ ഒരു നല്ല തടിച്ചിട്ട് നല്ല കറുത്തിട്ട് ഇത്തിരി പ്രായമായ ഒരു സ്ത്രീ ഒരു പിങ്ക് പൂവൊക്കെ വെച്ച് ഒരു സ്കേർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ടായിരുന്നു അവിടുന്ന്. അവൻ അവിടുന്ന് ആകെ നിരാശനായി. അവൻ ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ഒരു രൂപമല്ല, അവൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു രൂപമല്ല. ആ സ്ത്രീ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പേര് ഹോളി എന്നല്ലേ? അപ്പോൾ ഈ യുവതിയുടെ പേര് ഹോളി എന്നാണ്. അപ്പോൾ ഹോളി എന്നല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ലെറ്ററിൽ പറഞ്ഞിരുന്ന പോലെ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ആ ഡിന്നർ കഴിക്കാൻ ആ ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്ത് നിങ്ങളെ എൻ്റെ കൂടെ ഞാൻ വിളിക്കുകയാണ്, നമുക്ക് പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിളിച്ചു. ആ സ്ത്രീ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ യുവാവേ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്റെ ഫ്രണ്ടിൽ നേരത്തെ കടന്നുപോയി ആ കുട്ടി, ആ യുവതിയാണ് എന്നോട് പറഞ്ഞത് ഇത് ഇന്നതുപോലെയാണ്, ഈ പൂ നിങ്ങൾ വെച്ചിട്ട് പറഞ്ഞു. അവൻ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു വിവരവും പറയരുതെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് അത് കഴിഞ്ഞ ശേഷം ഇവൻ നേരെ ആ കുട്ടി കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവർ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ദൈവം തരുന്നത് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് വളഞ്ഞ് ഇങ്ങനെ വരും നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ആ ഒരു സെക്കൻഡിൽ അവൻ ദേഷ്യപ്പെട്ട് അവൻ പ്രതീക്ഷിച്ച ഒരാളല്ല അവിടെ വന്നിരുന്നെങ്കിൽ, ആ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല അവിടെ വന്നത്. അവൻ ആ സൗന്ദര്യമില്ലാത്ത ഒരു തടിച്ച ഒരു സ്ത്രീയാണ് വന്നത്. അവൻ അവളെ ദേഷ്യത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും പറയില്ലായിരുന്നു ആ വിധിയാണെന്ന്. അതേസമയം ഇവൻ അവിടെയും അവൻ്റെ താഴ്മ, അവൻ്റെ ക്ഷമ എല്ലാം അവൻ
മനസ്സിൽ ഇതെല്ലാം വെച്ചുകൊണ്ട് അവളോട് സംസാരിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് ആ യുവതിയാണെന്ന്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ മനോഹരമായ പല കാര്യങ്ങൾ ചിന്തിച്ചിരിക്കും, പക്ഷേ നമുക്ക് ലഭിക്കുന്നത് വേറെ ഇതായിരിക്കും. പക്ഷെ നമുക്കിത് ലഭിക്കും, കുറച്ച് സമയമുണ്ട്. ദൈവം ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആ വിശ്വസ്തത, ക്ഷമ, ഇതെല്ലാം കൊണ്ടാണ് ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വിശ്വസ്തത, ക്രിസ്തീയ മൂല്യമുള്ള വിശ്വസ്തത. അത് നമ്മുടെ ബൈബിളിൽ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അബ്രഹാം പിതാവിനെ, ഈ പൗലോസിൻ്റെ മുള്ളിനെ പറ്റി, 3 എബ്രായ യുവാക്കളെ പറ്റി, ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ ഈ പെൺകുട്ടിയെ പറ്റി, ഈ പട്ടാളക്കാരൻ്റെ കാര്യം, ഇതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാവർത്തിയാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കണം, ദൈവവുമായിട്ട് ഒന്നാം സ്ഥാനത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം, ദൈവവുമായിട്ട് എപ്പോഴും അടുത്തും ഇരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ ഒരു വിശ്വസ്തത, ക്രൈസ്തവ മൂല്യമുള്ള വിശ്വസ്തത എന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്രൈസ്തവ മൂല്യമുള്ള വിശ്വസ്തതയിൽ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ഇന്ന് നമുക്ക് ഈ പഠിക്കാനുള്ള മനപ്പാഠ വാക്യം വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. എങ്ങനെ തടവിലാക്കുന്നത്? ഇതേപോലെ പരീക്ഷണങ്ങൾ വന്ന് നമുക്ക് ക്ഷമയില്ലാതെ, നമ്മളെ വിശ്വാസത്തിൽ അടുപ്പിക്കാതെ, നമുക്ക് വിശ്വസ്തത നഷ്ടപ്പെടുത്താൻ വേണ്ടി പല രീതിയിൽ പിശാച് നമ്മളെ അടുത്ത് ഇടപെടും. അത് നമ്മൾ തരണം ചെയ്യണം. ക്ഷമയോടെ, വിശ്വസ്തയോടെ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലിരിക്കണം. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. ആമൻ എന്ന എബ്രായ പദമാണ് പഴയ നിയമത്തിൽ വിശ്വസ്തതയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ആമൻ എന്ന പദമാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്നത്. ആമൻ എന്ന എബ്രായ ക്രിയാപദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച അർത്ഥം ഉൾക്കൊള്ളുന്ന പദങ്ങളാണ് യമുന എന്നത്. ആമേൻ എന്നീ പദങ്ങൾ യമുന ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണത്തെ സൂചിപ്പിക്കുന്നു. ഇനി വിശ്വസ്തയും വിശ്വാസവും എന്നീ പദങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട നിലയിലാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ഗ്രീക്ക് പദമായ പിസ്റ്റോസ് ആണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ച് കാണുന്നത്. അതായത് വിശ്വസ്തതയും വിശ്വാസത്തിനെയും കാണിക്കുന്നത് വാക്കിൻ്റെ പിസ്റ്റോസ് എന്നാണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ക്രൈസ്തവ ഇതിൽ ജീവിക്കേണ്ട ആ മൂല്യങ്ങളെ കുറിച്ചൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ചർച്ചയ്ക്കായിട്ട് ഇതിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് സമകാലീന ലോകത്തിൽ വിശ്വസ്തത പാലിക്കുന്നതിൽ സാധ്യതകളും വെല്ലുവിളിയും എന്തെല്ലാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഈ പൗലൂസിൻ്റെ ആ മുള്ളിന് ഉള്ള വേദന പോലെ നമുക്കെല്ലാവർക്കും ഓരോ വേദനകളുണ്ട്. അതുപോലെ തന്നെ ആ തീച്ചൂളയിൽ എറിയപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് നമ്മൾ തീച്ചൂളയിൽ അകപ്പെട്ടതുപോലെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ അബ്രഹാം പിതാവിനെ പോലെ സ്വപ്നങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തിരുസന്നിധിയിൽ വെക്കേണ്ട സമയങ്ങളുണ്ട്. നമ്മൾ വെക്കണം, അതുപോലെ സഹിക്കണം. അപ്പോൾ എല്ലാം ദൈവത്തിനോട് സംസാരിച്ചിട്ട് അവസാനം വിശ്വസ്തത, ക്രിസ്തീയ മൂല്യമുള്ള വിശ്വസ്തത എന്താണെന്ന് ഈ 20-ാം നൂറ്റാണ്ടിലെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓരോ ക്രൈസ്തവ വിശ്വാസികളും ഇതെല്ലാം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇതെല്ലാം കൈമുതലാക്കി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഇതെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തമ്പുരാനെ, അപ്പച്ച, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്നു. ദൈവമേ, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങളുടെ പൂർവികരുടെ വിശ്വസ്തത എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. ദൈവമേ, സഹിച്ചും ക്ഷമിച്ചും നിൽക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ഞങ്ങൾക്ക് അതിലൂടെ അങ്ങ് ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ആ വിലയേറിയ ദൈവമേ, ഞങ്ങളുടെ തലയിൽ വെക്കാൻ പോകുന്ന ആ വിലയേറിയ കിരീടത്തെ ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വിശ്വസ്തമായ ഞങ്ങളുടെ ജീവിതത്തിൽ കരുതുവാൻ സഹായിക്കണേ. ദൈവമേ അപ്പ, ഈ മഹാമാരിയുടെ നാളുകളിൽ ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണേ അപ്പ. ഒരു മഹാമാരിയോ ഒരു വിപത്തോ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ സഭയിലുള്ളവർക്കോ ഞങ്ങളുടെ ദേശത്തിനോ ദൈവമേ ഈ പ്രദേശത്തോ ഒന്നും തട്ടരുതേന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ രാജ്യത്തെയും ഈ ലോകത്തിലെ സകലവിധ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കൊറോണ എന്ന മഹാമാരി എത്രയും വേഗം തന്നെ ദൈവമേ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൃപയോട് ചോദിക്കുന്നു, അവിടെ നിന്ന് കേട്ട് ഉത്തരം മരളുമാറാകണമേ. ആമീൻ.